ഓഡിയബിൾ അല്ലേ? നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരെയും സൈക്യു ലേണിംഗിലേക്ക് വെൽക്കം ചെയ്യാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങളെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എലക്ടീവ്സ് പേപ്പേഴ്സ് ഒക്കെ ഈ ടൈമിൽ ആരെങ്കിലും എഴുതിയവരുണ്ടോ? ഏതെങ്കിലും പേപ്പർ? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഇന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ നമ്മളെന്താണ്, സെക്കൻഡ് ഇയറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി BPCC 109. അപ്പോൾ നമ്മൾ അതിന്റെ PYQ ഡിസ്കഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഗ്രൂപ്പിൽ ഓൾറെഡി എന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള നമ്മൾ ഈ ഒരു സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യും മനസ്സിലാകും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഏതൊക്കെ ഏരിയാസിലൂടെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാണ്. പിന്നെ അതുപോലെ തന്നെ അതിനെപ്പറ്റി ഞാൻ എന്ത് ചെയ്യും, ഒരു ബ്രീഫ് ആയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരും. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. കാരണം ഈ ഒരു BPCC 109 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു 1 hour കൊണ്ടോ അല്ലെങ്കിൽ 1.5 hour കൊണ്ടോ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും എന്താണ് ഡീറ്റെയിൽസ് ഉള്ള, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു ഏരിയ കൂടെയാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഓൾറെഡി എക്സാംസ് എഴുതിയവരാണല്ലോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് ഒരു എക്സാമിന് നിങ്ങൾ എഴുതുന്ന സമയത്ത്, അതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയിലാണ് നിങ്ങൾ എഴുതുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ സ്കോർ ബോർഡിൽ കാണാൻ പറ്റുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ എഴുതേണ്ടത്. നിങ്ങൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ക്ലാസ് ഒരു എന്താ പറയാ രസം ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് അത്രയും ഡീറ്റെയിൽസ്, അത്രയും ഡാറ്റ നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഇടപെടാൻ നോക്കാം. ആ ക്യാമറ നിങ്ങൾ എന്താണ് ഇന്റൻഷനലി അല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ എടുക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നില്ല, ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഞാൻ പറയുന്നില്ല. പകരം ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൂചിപ്പിച്ച് പോകും. അപ്പൊ നിങ്ങൾ ആ ഒരു ഏരിയ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്ന ഒരു 460 പേജസ് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്തല്ല പോസിബിൾ അല്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ഇനി ആർക്കെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സൈക്യു ലേണിംഗിൽ എന്തുണ്ട്, ഓൾറെഡി ഉള്ള ക്ലാസ്സിന്റെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. നിങ്ങൾ അഡ്മിനുമായി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ അല്ലേ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് ചോദിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ലൈക്ക് ഒരു ഓൾ ഓവർ ഒരു ഡാറ്റ മാത്രമേ പറഞ്ഞു പോവുള്ളൂ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടെക്സ്റ്റിന്റെ പേര് പോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലൈക്ക് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോകും. നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സാധനം, ഞാൻ കവർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ ജസ്റ്റ് ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ എഴുതി വെക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സാധനം കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് ഞാൻ കവർ ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അപ്പോൾ ആരെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യരുത്, മിസ്സാവരുത് ഡാറ്റാസ് ഒന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഓക്കെ അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? നിങ്ങൾ ആരും എന്താ തീരെ ഒരു ഉഷാറില്ലാത്ത? ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര എന്താണ്, ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ കൃത്യമായിട്ട് എൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് എല്ലാ ഏരിയാസും നമ്മൾ ഈ ഒരു 1 hour കൊണ്ട് കവർ ചെയ്യും.
ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും ബ്രീഫ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അതൊക്കെ എന്താന്നുള്ളത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് യൂണിറ്റിന്ന് എല്ലാം ഓൾവേസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ എന്താണ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിർബന്ധമായിട്ടും ചോദിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡെവലപ്മെന്റൽ സൈക്കോളജിക്ക് ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൊടുക്കണം. നിങ്ങളിപ്പോൾ എന്താണ് ഒരു പേപ്പറിൽ എഴുതുന്ന സമയത്ത് ഒരു പേജ് കംപ്ലീറ്റ് നിങ്ങൾ നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം സൈഡ് ഹെഡിങ്ങുകൾ മാക്സിമം കൊടുക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെഫിനിഷൻ കൊടുക്കുക. എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ്? അപ്പൊ എന്താണ് നമ്മളൊരു ടേം യൂസ് ചെയ്യലുണ്ട്, ഫ്രം ബർത്ത് ടു ടോംബ്, അങ്ങനെ എന്തോ ഒരു ടേം ഉണ്ട്. അതായത് നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മളെന്താണ് ടോംബിലേക്ക് അഥവാ നമ്മളെ ഗ്രേവിലേക്ക് വെക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് നമ്മുടെ ഒരു ലൈഫ് സ്പാനിനെയാണ് നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് കോൺസെപ്ഷൻ മുതൽ അഥവാ നമ്മുടെ ഒരു സ്പേം മുതലുള്ള ആ ഒരു ടൈം മുതൽ നമ്മൾ മരിക്കുന്നത് വരെയുള്ള എന്താണ് എല്ലാ ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമ്മുടെ ഫിസിയോളജിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, സെക്ഷൽ ഡെവലപ്മെന്റ്, നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്, അപ്പൊ ഈ എല്ലാ സാധനങ്ങളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നേച്ചർ ഓഫ് ഡെവലപ്മെന്റ്, അഥവാ ഈ ഡെവലപ്മെന്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഏതൊക്കെ ആസ്പെക്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്, ഇങ്ങനെ കുറച്ചും കൂടെ എന്താണ് വൈഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആകുമ്പോൾ എന്താണ് നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ മോട്ടോർ സ്കില്ല്, നമ്മുടെ ഫിസിയോളജിക്കല്, പിന്നെ കൊഗ്നിറ്റീവിൽ എന്താണ് നമ്മുടെ മെമ്മറി, മോറൽ സ്കില്ല്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. പിന്നെ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ സെൽഫ് എസ്റ്റീം, ഇപ്പൊ ഞാൻ ആരാണ്, അതുപോലെ തന്നെ സൊസൈറ്റിയോടുള്ള നമ്മുടെ ഒരു അപ്രോച്ച്മെന്റ്. ഇപ്പൊ എന്താണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾ എന്താണ് വളർന്നു വരുന്ന സമയത്ത് ഇപ്പൊ ബോയും ഗേളും എന്ത് ചെയ്യും, ഒരു സമയത്ത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിലും അവരുടെ എൻറ്റയർ തോട്ട് പ്രോസസ് ഒക്കെ എന്ത് ചെയ്യും, മാറും. അപ്പോൾ അവിടെ എന്താണ് ഒരു ജെൻഡർ റോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യും. അപ്പം ഇങ്ങനെ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ. ഇതിൽ എന്തൊക്കെ പെടും, ബയോളജി പെടും, ഇതിൽ ഫിസിയോളജി ഒക്കെ പെടും. എന്താണ് ഇപ്പം നമ്മുടെ എന്താണ് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് സ്റ്റേജസ്, ഇപ്പൊ ജെർമിനൽ പീരീഡ്, എംബ്രയോണിക് പീരീഡ്, ഫീറ്റൽ പീരീഡ്, അപ്പൊ ഇങ്ങനെ എല്ലാ സാധനങ്ങളും എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പൊ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യുക, അങ്ങനെ കത്തി അടിക്കുന്നതിന് പകരം ഇങ്ങനെ കുറച്ചും കൂടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് യൂണിറ്റിനെ പറ്റിയാട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ലൈഫ് ലോങ് പ്രോസസ് ആണ്, മൾട്ടി ഡിമെൻഷനൽ ആണ്. അതായത് ഒരേ സമയത്ത് നമ്മൾ വ്യത്യസ്തമായ ഡയമെൻഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്സ്ട്രാ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, വൈഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത അങ്ങനെ എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ മാക്സിമം നിങ്ങൾ ഇടപെടണം. കാരണം ഭയങ്കര ബോറിംഗ് ആയിരിക്കും, നമ്മളിങ്ങനെ കണ്ടന്റ് മാത്രം ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എന്താണ് ഒരു ഹവർ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് ഡെവലപ്മെന്റൽ സൈക്കോളജി, നിങ്ങളുടെ ഒരു ഇഗ്നോ കവർ ചെയ്യുന്ന ഈ ഒരു കംപ്ലീറ്റ് സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു 1 hour കൊണ്ട് എന്ത് ചെയ്യുന്നത് ഫുള്ള് നോക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ഡിബേറ്റ്സ് ഉണ്ട്, എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ വരുന്ന കുറച്ച് ഡിബേറ്റ്സ്. ഇതെന്താണ് നമ്മൾ എല്ലാ എന്താണ് നോളജിലും നമ്മൾ അല്ലെങ്കിൽ എല്ലാ എപ്പിസ്റ്റമോളജിയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. പ്രത്യേകിച്ച് എന്താണ് സൈക്കോളജിയിലും ബയോളജിയിലൊക്കെ വരുന്ന സമയത്ത് എന്താണ് നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ്. അതുപോലെ തന്നെ നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ് ഒക്കെ എന്താണെന്ന് അറിയില്ല, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സാധനങ്ങളൊക്കെ ഇന്നേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഹെറിഡിറ്റി ജെനറ്റിക്കലി കിട്ടിയതാണോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുത്തതാണോ എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഡിസ്കഷൻ. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിറ്റിക്കൽ ആൻഡ് സെൻസിറ്റീവ് പീരിയഡ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. അഥവാ എന്താണ് ചില സാധനങ്ങളൊക്കെ ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ, അതിനുശേഷം അത് എന്ത് ചെയ്യൂല, ഡെവലപ്പ് ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ഓഫ് കുറെ എന്താണ് ഡിബേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാ നോളജിലും എല്ലാ എന്താണ് ഫീൽഡ് ഓഫ് സ്റ്റഡിയിലും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു
ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന എല്ലാ ഡാറ്റാസും. ഇത് നിങ്ങൾ ഇങ്ങനെ കേട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. ഞാനൊരു ഓർഡറിലൊന്നല്ല പറയുന്നത്, എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മറ്റൊരു സാധനമാണ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് നമ്മൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജസിനൊക്കെ കാറ്റഗറി ചെയ്തിട്ട് ഒരു സ്റ്റേജ് മോഡൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ പ്രിനാറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമ്മുടെ കോൺസെപ്ഷൻ ടു ബർത്ത് വരെ, അഥവാ നമ്മൾ എന്താണ് ഇപ്പം സ്പേം വന്ന് ഓവവുമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജ് മുതൽ ബർത്ത് വരെയാണ് നമ്മൾ പ്രിനാറ്റൽ സ്റ്റേജ്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് നൈറ്റൽ സ്റ്റേജ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അഥവാ ബർത്തിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ 5 സ്റ്റേജസ് ആണ്. ഒന്ന് ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്, പിന്നെ അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഒരു 5 സ്റ്റേജ്. അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആസ്പെക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു സംഭവം, ഏതൊക്കെ ഡയമെൻഷൻസിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് നിങ്ങളെ അറ്റൻഷൻ ഒന്ന് കിട്ടാനാട്ടോ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പെട്ടെന്ന് ഒരാൾ പറ, നമുക്ക് തീരെ സമയമില്ല. ഫിസിക്കൽ, മെന്റൽ. ഓക്കെ, ഞാൻ പറയാം. അതായത് നിങ്ങൾ ഒരിക്കലും മെന്റൽ ഡെവലപ്മെന്റ് എന്നുള്ളൊരു സാധനം യൂസ് ചെയ്യരുത്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അഥവാ നമ്മുടെ കംപ്ലീറ്റ് മെന്റൽ പ്രോസസ് അതിൽ ഉൾക്കൊള്ളും. അതിലെന്തൊക്കെ പെട്ടു, നമ്മുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ ലേണിംഗ്, മെമ്മറി, ഈ വക സാധനങ്ങളൊക്കെ പെടും. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ ഡെവലപ്മെന്റ്, നമ്മുടെ ബോഡി, നമ്മുടെ ഓർഗൻസ്, ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, നമുക്ക് എന്താണ് സമൂഹമായിട്ടുള്ള നമ്മുടെ ആ ഒരു ബന്ധം അതെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മൾ ഏത് പ്രായത്തിലാണ് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്, നമ്മൾ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ്, അപ്പോൾ നമ്മൾ ആളുകളോട് എങ്ങനെയൊക്കെ കാണിക്കുന്നു, ഏതൊക്കെ സമയത്താണ്. അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഇമോഷണൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഡയമെൻഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡെവലപ്മെന്റ് എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറെന്റ് ഡയമെൻഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഈ സ്റ്റേജസിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ് എന്നൊക്കെ പറയുന്ന ഈ ഡിഫറെന്റ് സ്റ്റേജസിൽ എന്ത് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ സ്റ്റേജിനും ഉണ്ടാവും ഒരു സ്പെസിഫിക് ഏജ് ഉണ്ടാവും. ഇപ്പൊ ഇൻഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2 ആണ്, ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 6 ആണ്. അപ്പം ഈ ഓരോ സമയത്തും എന്തൊക്കെ ടൈപ്പ് ഓഫ് ചേഞ്ചസ് നമുക്ക് ഉണ്ടാവും. ഇപ്പൊ എന്താണ്, ഒരു 3 വയസ്സായ കുട്ടി എണീച്ച് ഓടുവോ നമ്മളെ നാട്ടില്? നിങ്ങളൊന്ന് ഇടപെടും എല്ലാവരും, ആരെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്യും. ഇല്ല. അതുപോലെ തന്നെ ഒരു 4 മാസം ആകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാ, എനിക്ക് ചോറ് തരീന്നോ, അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് മാറ്റിന്ന്, അങ്ങനെ എന്തെങ്കിലും പറയോ? ഇല്ല. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ട് എന്തുണ്ട്, സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ആ സ്റ്റേജിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഓരോന്നിനെയും എന്ത് ചെയ്യും, ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ സെൻസറി ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വരുന്ന യൂണിറ്റുകളിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഓൾ ഓവർ ഡെവലപ്മെന്റൽ സൈക്കോളജിയെ പറ്റി എന്ത് ചെയ്യാണ്, ഒരു ഐഡിയ തരാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒരു 4-5 ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് യൂണിറ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഒരു ഐഡിയ കിട്ടിയോ എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റി? ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റിൽ എന്താണ് നമ്മൾ സിമ്പിൾ ആട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ കാണാതെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട സിമ്പിൾ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെന്താണ് ഒരു 3-4 പേരുകൾ വരും, ആളുകളുടെ പേര് വരും, അവരുടെ തിയറി വരും. അത് ജസ്റ്റ് നിങ്ങൾ എന്താ കുത്തിയിരുന്ന് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി വെക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്, സൈക്കോ ഡൈനാമിക് തിയറിയാണ്. ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് സൈക്കോ ഡൈനാമിക് തിയറി. ആരുടേതാണ് സൈക്കോ ഡൈനാമിക് തിയറി? പെട്ടെന്ന് പറ. ആർക്കും അറിയില്ലേ? സൈക്കോ ഡൈനാമിക് അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ തിയറി ആയിരുന്നാണ്? ആയിരുന്നു? യെസ്, ഫ്രോയിഡിന്റെ തിയറി.
ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒരു ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബുക്ക് ഒന്ന് നോക്കണമായിരുന്നു കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചോദ്യമാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പം സൈക്കോ ഡൈനാമിക് അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ എന്നാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇത് ഫ്രോയിഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഇതിൽ എന്ത് വരും? സൈക്കോ സെക്ഷൽ സ്റ്റേജസ് അഥവാ 5 സ്റ്റേജസ്, ഓറല്, ആനല്, ഫാലിക്, ലാറ്റൻസി, ജെനിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു 5 സ്റ്റേജ് ഇതെന്താന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് 5 സ്റ്റേജ് എഴുതാൻ വേണ്ടി പറ്റും. മറ്റൊരു സാധനമാണ് ഇതിൽ വരുന്ന സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് മൈൻഡിൽ എന്തൊക്കെയാണ്? അൺകോൺഷ്യസ്, കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്ന് പറയുന്ന ആ സാധനം. എക്സാമിന് പ്രിപ്പയർ ചെയ്ത നിങ്ങൾ ഫുള്ള് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറ, കാരണം എനിക്കിതിൽ വിസിബിൾ അല്ല, ഞാൻ സ്ലൈഡ് നോക്കുന്നോണ്ട്. നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? യെസ്. സർ ഈ PYക്ക് നോക്കി പ്രിപ്പയർ ചെയ്താൽ മതിയോ? ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാ ചോദിക്കുന്നത്, ഒരു ഡൗട്ട് ആയിട്ട് മതി. തോന്നി. അതായത് അതായത് PYക്ക് നോക്കി പ്രിപ്പയർ ചെയ്താൽ മതി. ആ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ, അതിന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുള്ളൂ. ഒരിക്കലും ഉള്ളിൽ നിന്നും എന്ത് ചെയ്യില്ല. അപ്പോ സൈക്കോ സെക്ഷൽ സ്റ്റേജസിലെ 5ാമത്തെ സ്റ്റേജ് എന്താണോ അല്ലെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നും ചോദിക്കൂല. ഒരു എന്താ പറയാ, ഒരു ഓൾ ഓവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ സർ, ഞാനിപ്പോ 21 തൊട്ടിട്ടുള്ള പേപ്പേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 2021 തൊട്ടിട്ട് കഴിഞ്ഞ ഡിസംബർ വരെ ഉള്ളത്. അങ്ങനെ പോവാല്ലേ ഈ നോട്ട്സും വായിച്ചിട്ട്? യെസ്. അതായത് നിങ്ങളിപ്പോ ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റബിൾ ആണ്. നിങ്ങൾ എത്രത്തോളം ഡെപ്തിൽ നോക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സൈക്കോ ഡൈനാമിക്കിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ, സിമ്പിൾ ആട്ടോ, കുറച്ച് സാധനങ്ങളാണ്. ഒന്ന് സൈക്കോ സെക്ഷൽ സ്റ്റേജസ്, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. സൈക്കോ ഡൈനാമിക് എഴുതിയിട്ട് അതിൽ വരുന്ന സാധനങ്ങൾ എഴുതി വെക്കണം. ഒന്ന് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ്. അത് എന്തൊക്കെയാണ്? 5 സ്റ്റേജ് ആണ്. ഓറൽ, ആനൽ, ആ ഒരു സാധനങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. അതിന്റെ ജസ്റ്റ് എന്ത് ചെയ്യാം? ഏജ് നോക്കി വെക്കുക. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഞാൻ അത്രയും എന്താണ് നമുക്ക് സമയം പോകും. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രക്ചർ ഓഫ് മൈൻഡ്. ഏത്? പ്രീ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് ഒരു സൈഡ് ഹെഡിങ് ഇട്ടിട്ട് എഴുതാം. 8 ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എന്ത് ചെയ്യാം? എഴുതാം. മേ ബി ചിലപ്പോൾ ഡിഫൻസ് മെക്കാനിസം സ്പെസിഫൈഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അത് എഴുതേണ്ടി വരും. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിൽ വേണം. ഇത്രയാണ് സൈക്കോ സെക്ഷൽ അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക്കിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സാധനമാണ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ്. അതാരതാണ്? പെട്ടെന്ന് പറ. സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ആരതാ? അതായത് തീരെ നോക്കുക. യെസ്, എറിക്സന്റെ തിയറിയാണ് സൈക്കോ സോഷ്യൽ. ഇതിലെന്താ വരുന്നത്? ഒരു 8 തിയറീസ് ആണ്, ലൈക്ക് 8 സ്റ്റേജസ് ആണ് ഇതിൽ വരുന്നത്. ഈ 8 സ്റ്റേജിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സോഷ്യലി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിലെന്താണ്? ഓരോ സ്റ്റേജസ് പറയും, ഓരോ സ്പെസിഫിക് ഇയർ പറയും, ഇതിൽ ഇന്ന സാധനമാണ് ഉണ്ടാവേണ്ടതെന്ന് പറയും. അതില്ല എന്നുണ്ടെങ്കിലുള്ള അങ്ങനെ ഒരു എന്താണ് 2 ആസ്പെക്റ്റിലാണ് ഈ ഒരു സാധനം പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കാം. കാരണം ഈ ഒരു സെക്കൻഡ് യൂണിറ്റിന് എന്ത് ചെയ്യും? ഒന്നുകിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സൈക്കോ ഡൈനാമിക് അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ ചോദിക്കും. ഓക്കെ, ഇത്രയാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഹാവിഗസ്റ്റിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക് തിയറി കേട്ടോ. ഇനി ഞാനൊരു സംഭവം കൂടി പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഞാൻ ഈ പറഞ്ഞ ഒരു 3 യൂണിറ്റിൽ പറയുന്ന കണ്ടന്റ് തന്നെയാണ് പിന്നീടുള്ള ഒരു നെക്സ്റ്റ് ഒരു 6 യൂണിറ്റിൽ വരുന്നത്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അപ്പൊ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതന്നെ ആയിരിക്കും സെക്കൻഡ് പാർട്ടിലും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, ഹാവിഗസ്റ്റിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ തിയറിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഏജിൽ എന്തൊക്കെ ടാസ്ക് നമ്മൾ ചെയ്യും എന്നുള്ള സിമ്പിൾ സാധനമാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ നമുക്കൊന്ന് നോക്കിയാൽ മതി. അത് എനിക്ക് തോന്നുന്നത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം? ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? നോക്കി വെക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു യൂണിറ്റും ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഹാവിഗസ്റ്റിന്റെ ഡെവലപ്മെന്റൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താണ്? അതായത് നമ്മൾ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ എന്താണ്? ഇപ്പൊ ഗ്രോസ് മോട്ടോർ സ്കിൽസും അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റണ്ണിങ്, വാക്കിങ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് അറിയുന്ന സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് മനസ്സിലാകും. നമ്മളെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ അഥവാ ഡിഫറെന്റ് ആയിട്ടുള്ള
മോട്ടോർ ആക്ടിവിറ്റീസ് അഥവാ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ എപ്പോഴൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അത് അത്രയും സിമ്പിൾ സാധനമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹാബിഗസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന സിമ്പിൾ തിയറിയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്താണ് സെക്കൻഡ് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, എന്നാലും ഈ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്നും കൂടെ ലൈക്ക് നമ്മുടെ ഒരു റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് 3 വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്, ഒന്ന് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താന്നുള്ളതൊന്ന് പഠിച്ചു, അതുപോലെ തന്നെ സോഷ്യൽ പഠിച്ചു എറിക്സന്റെ, അതുപോലെ തന്നെ സൈക്കോ സെക്ഷൽ അഥവാ സൈക്കോ ഡൈനാമിക് ആയത് ഫ്രോയിഡിന്റെ. ഇനി മൂന്നാമത്തെ ഒരു സാധനമാണ് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ സോഷ്യൽ അഥവാ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ എൻവിറോൺമെന്റും നമ്മുടെ കൾച്ചറും എങ്ങനെയാണ് നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തിയറി. അതായതാണ് ലെവ് വൈഗോഡ്സ്കിയുടെ തിയറിയാണ്. ഓക്കെ, മൂന്നാമത്തെ തിയറി എന്താണ്, സോഷ്യോ കൾച്ചറൽ തിയറി. നിങ്ങൾ എല്ലാവരും എഴുതി വെക്കുന്നില്ലേ? ഓക്കെ, ഇതിൽ വരുന്നൊരു ടോട്ടൽ 5 ടേംസ് ആണ് ഇതിൽ വരുന്നത്. സിമ്പിൾ ആണ്. ഈ യൂണിറ്റ് എന്താണ് 3 ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MKO എന്ന് പറയുന്ന ഒരു തിയറിയാണ്, അഥവാ മോർ നോളജബിൾ ഓതർ. ഒന്നാമത്തത് ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നിങ്ങൾ ക്ലാസ് കേട്ട് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ എന്താണ്, ZPD ആണ്. രണ്ടാമത്തത് MKO അഥവാ മോർ നോളജബിൾ ഓതർ. മൂന്നാമത്തത് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. ഇത് കുറച്ച് എന്താ പറയാ, മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, ഓക്കെ, ഒരു കുട്ടി എങ്ങനെയാണ് അയാളുടെ കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ എന്താണ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി, ഒരു 2 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെയും മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഓക്കെ, അഥവാ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ ഒരു ചെറിയ കുട്ടിയോട് എന്താണ് എന്ന് വരക്കാൻ പറഞ്ഞു, കുട്ടിക്ക് A വരക്കാൻ അറിയാം, പക്ഷെ B വരക്കാൻ അറിയില്ല. അപ്പൊ B എന്ത് ചെയ്യണം, ആ കുട്ടിയേക്കാൾ അറിവുള്ള ഒരാൾ എന്ത് ചെയ്യണം, ആ കുട്ടിയെ പഠിപ്പിക്കണം. അപ്പൊ നമുക്ക് എന്താണ്, ഒരു സാധനം അറിയില്ല അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെയും ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്നതിന്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അഥവാ ZPD എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇയാളുടെ അഥവാ വൈഗോഡ്സ്കിയുടെ തിയറിയിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സാധനം എന്താണ്, അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു കുട്ടിക്ക്, അഥവാ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അവിടെ എന്ത് വന്നു, MKO അഥവാ മോർ നോളജബിൾ ഓതർ. അഥവാ ഇപ്പൊ എന്താണ്, ഒരു കുട്ടിയേക്കാൾ കൂടുതൽ അറിവുള്ള മറ്റൊരാൾ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അയാൾ എന്താണ്, ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയാം. ഈ 3 പ്രോസസ്സ് ഉണ്ടായി കഴിഞ്ഞാലാണ് ഒരാൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, വൈഗോഡ്സ്കി പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, രണ്ടാമത്തത് MKO മോർ നോളജബിൾ ഓതർ, മൂന്നാമത്തത് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാധനം കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയാം. അഥവാ ഇപ്പൊ എന്താണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഒക്കെ വരുത്തുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളോട് എന്ത് ചെയ്യും, സംസാരിക്കും, ഒരു സെൽഫ് ടോക്ക് ഉണ്ടാകും. സംസാരിക്കുന്ന പറഞ്ഞാൽ വായ തുറന്ന് സംസാരിക്കും എന്നല്ല, മെന്റലി എന്ത് ചെയ്യും, നമ്മളോട് തന്നെ സംസാരിക്കും. അപ്പൊ ആ ഒരു സാധനവും നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് വൈഗോഡ്സ്കി പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 സാധനം എഴുതി വെക്കാം. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിന്റെ ക്രിറ്റിക്സ് എഴുതാം. ക്രിട്ടിക്കലി ഇതിനെന്ത് ചെയ്യാം, എഴുതാം. എല്ലാ തിയറിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആരെങ്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടാകും. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്താ, ഇത് കുറച്ചും കൂടെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, കോംപ്ലക്സ് ആണെന്നൊക്കെ ഉള്ള സാധനം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? നിങ്ങൾ മാക്സിമം അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യട്ടോ. ചെറിയ സമയം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഇനി യൂണിറ്റ് 4 വരുന്ന സമയത്ത്
വരുന്ന എന്താണ്. അപ്പോ നമ്മൾ ഇങ്ങനെ എണ്ണി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രോയിഡിന്റെ തിയറി പറഞ്ഞു, എറിക്സന്റെ തിയറി പറഞ്ഞു, വൈഗോഡ്സ്കിയുടെ തിയറി പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങളിപ്പോ എന്താണ് എല്ലാം കൂടെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെ പേരായി, കുറെ തിയറി ആയി, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഓരോ തിയറിയെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്തായിരുന്നു, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആയിരുന്നു, സോഷ്യലി നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ്, ഫ്രോയിഡിനെ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ആ ഒരു സെക്ഷുവാലിറ്റി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന തിയറീസും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരണം. മൂന്നാമത്തെ ഒരു സാധനം കൾച്ചറലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതായിരുന്നു വൈഗോഡ്സ്കിയുടെ തിയറി. ഓക്കെ, അപ്പൊ 3 പേരും അവരുടെ തിയറി അതിനും എന്ത് ചെയ്തു, ഒരു ബ്രീഫായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്, ഹ്യൂമനിസ്റ്റിക് ആണ്, അതുപോലെ തന്നെ എത്തോളജിക്കൽ തിയറി, എവല്യൂഷണൽ തിയറി, അതുപോലെ തന്നെ ബയോളജിക്കൽ തിയറി. ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, സിമ്പിൾ ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എന്താണ് കൃത്യമായിട്ട് സൈക്കോളജി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് റിസ്ക് എടുത്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ സാധനങ്ങളാണ്. നമ്മൾ പണ്ട് പഠിച്ച പേരും ആളുകളൊക്കെ തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തീരെ ഐഡിയ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടാകും. അപ്പൊ എന്താണ്, ഇനി ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ വരുന്ന 2 ആളുകളാണുള്ളത്. ഒന്ന് മാസ്ലോന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം എന്താ? ഹൈറാർക്കി ഓഫ് നീഡ്. അപ്പൊ ഹ്യൂമനിസ്റ്റിക് ഒരു ബ്രോഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ് എഴുതാം. 5 നീഡ് എന്ത് ചെയ്യാം, ഹൈറാർക്കിക്കൽ ബേസിൽ എഴുതാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ഒരു എന്താണ്, വാട്ട്, എന്താണത്, പിന്നെ വിച്ച്, അതിൽ എന്തൊക്കെയുണ്ട്, ഹൗ, എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്ത് എഴുതാൻ നോക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ് ആയിട്ടും, അതുപോലെ തന്നെ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ച് ഒരിക്കലും ഫുള്ള് വായിച്ചു നോക്കാൻ നിൽക്കുന്നില്ല. അയാൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു ഒറ്റനോട്ടം നോക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് സൈഡ് ഹെഡിങ് ഒക്കെ ഇട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ഒരു ആസ്പെക്ട് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത് അയാൾ വായിച്ചിട്ടൊന്നുമില്ല മനസ്സിലാക്കുന്നത്, ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഹൈലൈറ്റിങ് കാണുമ്പോഴാണ്. അപ്പൊ അങ്ങനെ എഴുതാം. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ക്രിറ്റിക്സും വെറുതെ എഴുതി വെക്കാം. വെറുതെ എഴുതി വെക്കില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഇതിൽ വരുന്ന 2ാമത്തെ ഒരാളാണ് കാൾ റോജേഴ്സ്. അത്രയും അറിയപ്പെട്ട, അല്ലെങ്കിൽ അത്രയും ഇന്ന് എന്താണ് റെലവെന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവില്. ഇയാളുടെ തിയറിയാണ് എന്ത്, ഒന്ന് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി, അതുപോലെ തന്നെ ഐഡിയൽ സെൽഫ് ഇമേജ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇയാളുടെ മെയിൻ സാധനങ്ങൾ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഹ്യൂമനിസ്റ്റിക്കിൽ ആരൊക്കെയാണ്, ഒന്ന് അബ്രഹാം മാസ്ലോ, 2 എന്താണ് കാൾ റോജേഴ്സ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാം. ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒരു ക്യാപ്സ്യൂൾ മോഡലാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതി വെക്കാം. നെക്സ്റ്റ് ഒരു സാധനമാണ് കൊൺറാഡ് ലോറൻസ് എന്ന് പറയും. ലോറൻസിന്റെ തിയറി എന്ന് പറഞ്ഞാൽ ഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന തിയറിയാണ്. ടെക്കിൽ ഇയാൾ പരീക്ഷിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. അഥവാ എന്താണ്, ഇപ്പൊ മൃഗങ്ങളൊക്കെ എന്താണ് അവരുടെ മദർ അല്ലെങ്കിൽ ആരാണോ അത് കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതിനെ പറ്റി, അതായത് എന്താണ് ഒരു നമ്മുടെ എൻവിറോൺമെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡെവലപ്മെന്റിൽ വരുന്ന ഒരു തിയറിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പേരും അയാളുടെ തിയറിയുടെ പേര് മാത്രം ഓർമ്മ ഉണ്ടായാൽ മതി. ലോറൻസ്, നിങ്ങൾ ഫുൾ നെയിം പഠിച്ചില്ലെങ്കിലും ലോറൻസ്, അതുപോലെ തന്നെ ഇംപ്രിന്റിംഗ് എന്നുള്ള ആ ഒരു സാധനം ഓർമ്മ ഉണ്ടായാൽ മതി. പിന്നെ ഉള്ളൊരു തിയറി ബയോളജിക്കൽ മോഡല്. ഈ ബയോളജിക്കൽ മോഡലില് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ബയോളജിക്കൽ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എഴുതാൻ പറയും. സിമ്പിൾ തിയറിയാണ്. ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആളെ പേര് യുറി ബ്രോൺഫ് ബ്രെന്നർ എന്നുള്ള ബ്രോൺഫെൻ ബ്രെന്നർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഒരു 5 എന്താണ് സ്റ്റേജസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന എന്താണ്, ഒന്ന് മാക്രോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മീസോ സിസ്റ്റം, മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു 5 സ്റ്റേജസ് ആണ് ഇതിൽ വരുന്നത്. ഇതും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് പറയാം. മൈക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് മൈക്രോ സിസ്റ്റം. നമ്മളോടുമായി ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള ഇതെന്തൊക്കെയാണ്, നമ്മുടെ ഫാമിലി, നമ്മുടെ സ്കൂള്, നമ്മുടെ നെയ്ബർഹുഡ് ഒക്കെയാണ്. മീസോ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി മേലോട്ട് പോയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ എന്താണ് എന്താ പറയാ, ഫസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ ഫാമിലി ആട്ടോ, നമ്മുടെ ഹൗസ് അഥവാ നമ്മുടെ വീട്, നമ്മുടെ ഫാമിലിയാണ് മൈക്രോ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. മീസോ സിസ്റ്റത്തേക്ക് പോകുന്ന സമയത്ത് അതിന്റെ കുറച്ചും കൂടി സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ വരും, നമ്മുടെ നൈബർഹുഡ്, നമ്മുടെ സ്കൂള്, പിയർ ഗ്രൂപ്പ്, ഈ വക സാധനങ്ങൾ വരും. കുറച്ചും കൂടെ മേലേക്ക് പോകുന്ന സമയത്ത് എന്താ ചെയ്യും, എക്സോ സിസ്റ്റം വരും. എക്സോ സിസ്റ്റത്തിൽ എന്താ വരാം, നമ്മുടെ മാസ് മീഡിയ, അതുപോലെ തന്നെ നമ്മുടെ പാരന്റിന്റെ വർക്ക് പ്ലേസ്. അതായത് ഈ സാധനങ്ങളൊക്കെ
ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മളുള്ളത് എന്നതാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പൊ അതിനെന്താണ് നമ്മളുമായി ബന്ധപ്പെട്ട സാധനങ്ങളെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ പോകണം. ലാസ്റ്റ് എന്ത് ചെയ്യും, മാക്രോ സിസ്റ്റം പറയും. മാക്രോ സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ റിലീജിയൻ, നമ്മുടെ ബിലീഫ്, നമ്മുടെ കൾച്ചർ, കസ്റ്റംസ്, വാല്യൂസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് ഈ ഓരോ സാധനവും ഇങ്ങനെ മേലേക്ക് പോകുന്തോറും അതെന്ത് ചെയ്യും, പരസ്പരം എന്ത് ചെയ്യണേ, കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വീട്ടിൽ എന്താണ്, ഇപ്പൊ വീട്ടിലൊരു കുട്ടിയോട് എന്താണ് ഒരു പാരന്റ് പറയാണ്, നീ ഒരു കാരണവശാലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യരുതെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഈ ഒരു സാധനമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ പോയി കഴിഞ്ഞാലും മറ്റു അയൽവാസികളുടെ അടുത്ത് പോയി കഴിഞ്ഞാലൊക്കെ ആ ഒരു സാധനം തന്നെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ അതേ സ്ഥാനത്ത് കുട്ടിയോട് പറയാണ് സ്കൂളിൽ നിന്ന് ഒരു സാധനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സാധനം വീട്ടിൽ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പം ഈ ഒരു കംപ്ലീറ്റ് എന്താണ്, ഇപ്പൊ മീഡിയയിൽ കണ്ടൊരു സാധനം, അഥവാ എന്താണ് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു സാധനം കുട്ടി ഇപ്പൊ ഒരു ബാഡ് വേർഡ് എന്താണ് സോഷ്യൽ മീഡിയ വഴി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വീട്ടിലും കുട്ടി പറയും, സ്കൂളിലും പറയും, എവിടെയും പറയും. അപ്പം കംപ്ലീറ്റ് എന്താണ് നമ്മുടെ ചുറ്റും നമ്മൾ എന്താണ് ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഈ ഒരു ബയോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു സാധനം കൂടെ ഉണ്ട്, ക്രോണോ സിസ്റ്റം എന്ന് പറയുന്നത്, അഥവാ സമയവുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പൊ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമിൽ ഡിഫറെന്റ് ഇവന്റ്സ് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, എൻറ്റയർലി നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വലിനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ബയോളജിക്കൽ മോഡൽ എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു 1 to I think ഒരു 4 യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് ഓക്കെ ആണോ? ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ആർക്കെങ്കിലും? അതായത് ഇപ്പൊ ഞാൻ പറയുന്ന ഓക്കെ, മീസോ സിസ്റ്റം കഴിഞ്ഞിട്ടുള്ള സിസ്റ്റത്തിന്റെ പേരെന്തായിരുന്നു? ഏറ്റവും ലാസ്റ്റത്തെ ഇതല്ലേ മീസോ? മൂന്നാമത്തെ സിസ്റ്റം കഴിഞ്ഞിട്ട്, അതായത് മൈക്രോ, മീസോ, എങ്ങനെ മൈക്രോ, മീസോ, എക്സോ, മാക്രോ, ക്രോണോ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഓർഡർ. ഒന്നും കൂടെ പറയാം, മൈക്രോ, മീസോ, എക്സോ, മാക്രോ, ക്രോണോ. ഓക്കെ, എക്സോ സിസ്റ്റത്തിൽ ഏതൊക്കെ ഉൾപ്പെടുന്നത്? എക്സോ സിസ്റ്റത്തിൽ മാസ് മീഡിയ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ്, പിന്നെ പാരന്റ് വർക്ക് പ്ലേസ്. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താരോ ഞാനിപ്പോ ഈ ഒരു ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ ഒരു ക്യാപ്സ്യൂൾ മോഡൽ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാം 460 പേജസ് ഉള്ള ഒരു ടെക്സ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നത്. അപ്പൊ അത്രയും ഡാറ്റ അതിലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീരെ ബയോളജിക്കൽ മോഡൽ എന്താണെന്ന് മനസ്സിലാവാത്ത ഒരാൾ നിങ്ങൾ എങ്ങനെ കുത്തിയിരുന്ന് വായിച്ചാലും മേ ബി നല്ലൊരു പെർസെന്റേജ് ഓഫ് ആളുകൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ സാധനങ്ങൾ എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ തിയറീസ് ഒക്കെ കഴിഞ്ഞിട്ടോ, ഇനിയുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 5 സ്റ്റേജസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. 5 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രിനാറ്റൽ പീരീഡ് ആണ്. പ്രിനാറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേർത്ത് വരെയുള്ള ഒരു ടൈം. എന്താണ് സ്പേം മുതൽ ബേർത്ത് വരെയുള്ള, അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ലൈക്ക് നമുക്കെല്ലാം ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിയിൽ പഠിക്കാണ്ട്. ഇവിടെ നമ്മൾ അതൊന്നും പഠിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഭയങ്കര ബേസിക് ആയിട്ട് മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർത്ത് ടു ഇൻഫാൻസി ആണ്. 0 to 2 ഇയർ ആണ്. ഒട്ടുമിക്ക ഹൈ ലെവലിൽ എന്താണ് ഡെവലപ്മെന്റുകളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു 2 വയസ്സാണ്. ഇതിൽ എത്ര ആളുകളെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ട്? നിങ്ങളെ കുട്ടികളോ അല്ലെങ്കിൽ അനിയന്മാരോ അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികൾ ഉള്ള ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അയൽവാസികളൊക്കെ ആയിട്ട് കുട്ടികൾ ഉള്ളവരുണ്ടാവും. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഫാൻസിയിൽ നിങ്ങൾക്ക് എഴുതാം എന്ത് കുട്ടികൾ എന്താണ് ഇപ്പം മുട്ടിലെ എഴയുന്ന സമയം, പിന്നെ അതുപോലെ തന്നെ കെടുക്കാൻ ശ്രമിക്കുന്ന സമയം, ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾ ലൈക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റേജസ് നമുക്ക് അറിയുന്ന സാധനം. അപ്പൊ എനിക്കൊന്ന് നിങ്ങൾ തിയററ്റിക്കലി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലി നിങ്ങൾക്ക് അറിയായിരിക്കും. 3-ാം വയസ്സിൽ അല്ലെങ്കിൽ 5-ാം വയസ്സിൽ 9-ാം വയസ്സിൽ അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ. 8-ാം വയസ്സിലാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുക, 10-ാം മാസത്തിലാണ് ഇങ്ങനെ ചെയ്യുക. ആ ഒരു എന്താ പറയാ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോ പഠിക്കുന്നത് ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു ജനറലൈസ്ഡ് സാധനമായിരിക്കും. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു സാധനം ഉണ്ടാവും, അതന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, അത്രയും സിമ്പിൾ ആണ് ഡാറ്റ.
പിന്നെന്താണ് ചൈൽഡ്ഹുഡിൽ എന്താണ് 2 to 11 ആണ്. അതിൽ തന്നെ ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന രണ്ട് സ്റ്റേജസ് ഉണ്ട്. പിന്നെ അഡോളസെൻസ്, അഡൾട്ട്ഹുഡ്. അഡോളസെൻസ് എന്ന് പറയുമ്പോൾ 11 to 18 ഇയർ ആണ്, 11 മുതൽ 18 വയസ്സ് വരെ. നമുക്കറിയാം മേജർ ആയിട്ടുള്ള, ഇപ്പം ഫീമെയിൽസ് ആവട്ടെ മെയിൽസ് ആവട്ടെ, മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റും ബോഡിലി ഗ്രോത്തും ഹോർമോൺ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ 18 മുതൽ ബാക്കി. അതിലെന്ത് ചെയ്യുന്നില്ല, മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. ബട്ട് എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ നോളജ്, നമ്മുടെ മെച്ചുറേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഇനി പ്രിനാറ്റൽ പീരിയഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 3 സ്റ്റേജ് ആണ്. ഒന്ന് ജെർമിനൽ സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജ്, ഫീറ്റൽ സ്റ്റേജ്. ഇതിലെന്താണ് 0 to 2 വീക്ക് ആണ് ജെർമിനൽ സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജ് എന്താണ് 3 to 8 വീക്ക് ആണ്. അതുപോലെ തന്നെ ഫീറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് 9 വീക്ക് ടു ബർത്ത് വരെയുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ഡെവലപ്മെന്റ്. ഇപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗൻ ഫോർമേഷന്, ബ്രെയിൻ ഡെവലപ്മെന്റ്, ബ്രെയിനിൽ ആദ്യം എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഓൾ ഓവർ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. നിങ്ങൾ ജസ്റ്റ് ചാറ്റ് GPT നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, GPT തരും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ വരുന്ന ഫിസിക്കൽ ഗ്രോത്ത്, ഓർഗൻ ഫോർമേഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൻസറി ഓർഗൻസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്, ഇപ്പൊ കേൾവി, കാഴ്ച, ഈ വക സാധനങ്ങൾ. ഈ കേൾവി എപ്പോഴാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത്, ഏത് വയസ്സിലാണ് കേൾവി ഉണ്ടാവുന്നത്? എപ്പോഴാണ്? 4 months ഉണ്ടാവില്ല. യെസ്, അതാണ് അതിലെ പോയിന്റ്. കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഗ്നൻസി പീരീഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കേൾവി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ വക സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. പിന്നെ ഇതിൽ മറ്റൊരു സാധനമാണ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന മോട്ടോർ ഡെവലപ്മെന്റ്. അഥവാ നമ്മുടെ മോട്ടോർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ പറ്റിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് റിഫ്ലക്സ് എന്ന് പറയാം. ഈ റിഫ്ലക്സ് എന്താണ്, നമ്മുടെ ഒരു സർവൈവലിന്റെ പാർട്ടായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽസിന് ഡിഫറെന്റ് റിഫ്ലക്സ് ഉണ്ട്. ഇപ്പൊ ഒരു ആനിമലിനെ പറ്റി നമ്മൾ പൊതുവെ പറയലുണ്ട്, എന്ത്, കാട്ടുപോത്ത്. അതെന്ത് ചെയ്യും, ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ എന്ത് ചെയ്യും, അതിന്റെ കുട്ടി അതിന്റെ മദറിന് എന്ത് ചെയ്യും, ഓടി രക്ഷപ്പെടും. എന്നിട്ട് പിന്നെ അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് അത് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത് അതിനാരും പഠിപ്പിച്ചു കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ റിഫ്ലക്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ പഠിക്കുന്ന മനുഷ്യന്മാരെ പറ്റി. അപ്പൊ മനുഷ്യന്മാരിൽ എന്തുണ്ട്, കുറച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്സുകൾ ഉണ്ട്. ഇപ്പൊ ടോണിക് റിഫ്ലക്സ്, ഗ്രാസ്പ് റിഫ്ലക്സ്, സ്റ്റെപ്പ് റിഫ്ലക്സ്, ക്രോൾ റിഫ്ലക്സ്, ബബിൻസ്കി, പിന്നെ അതുപോലെ തന്നെ മോറോ റിഫ്ലക്സ്. അപ്പൊ ഇങ്ങനെ ഒരു 5-6 റിഫ്ലക്സുകൾ എന്തൊക്കെയാന്ന് പഠിച്ചു വെക്കാം. അത് ഏതൊക്കെ മാസമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതുണ്ട്. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അത് അറിയില്ലാന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതൊക്കെ റിഫ്ലക്സ് ഉണ്ടെന്ന് പഠിക്കാം. ഇപ്പൊ സക്കിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുട്ടികൾ എന്ത് ചെയ്യും, എന്ത് കിട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് മൗത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് അത് എന്ത് ചെയ്യും, സക്ക് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ലിക്ക് ചെയ്യും. അതെന്തിനാണ്, അവരുടെ ഒരു സർവൈവലിന്റെ പാർട്ടാണ്. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഭക്ഷണം കഴിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള റിഫ്ലക്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ട്, സ്റ്റേജസും എന്തിനാണെന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ്, അഥവാ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ്, നമ്മുടെ എന്താണ് സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്ന സാധനം. ഇപ്പൊ ഹൂ ഐ ആം എന്നുള്ള ആ ഒരു സാധനം. ഇപ്പൊ ഏറ്റവും ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ് ഒന്നും ഉണ്ടാവില്ല. പിന്നീട് എന്ത് ചെയ്യും, ഒരു 3 വയസ്സ് 4 വയസ്സ് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികളിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 5 വയസ്സ് 6 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ബോയ്സ് ഗേൾസ് എന്നുള്ള ആ ഒരു ജെൻഡർ ഓറിയന്റേഷൻ ഒക്കെ വരിക, ജെൻഡർ ഓറിയന്റേഷൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ അഡോളസെൻസിൽ ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നിങ്ങൾ നോക്കേണ്ടത് 5 മെയിൻ സ്റ്റേജസ് ആണ്. ഈ 5 ഉണ്ടാവുന്ന ഡിഫറെന്റ് സാധനങ്ങൾ കേട്ടോ, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഇപ്പൊ അഡോളസെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 11 to 18 ആണ്. നമുക്കറിയാം സെക്ഷൽ മെച്ചുറേഷന്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത് ഏത് സമയത്താണ്, ഈ ഒരു അഡോളസെൻസ് പീരിയഡിലാണ്. ഓക്കെ. പിന്നെ അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ 18 to ബിയോണ്ട് ആയിട്ടുള്ള ടൈമിനാണ് നമ്മൾ അഡൽട്ട്ഹുഡ് എന്ന് പറയാ. ഈ ഒരു സമയത്ത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ചും കൂടെ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ബോഡി, അതുപോലെ തന്നെ മസിൽ ഗ്രോത്ത്, ഓർഗൻ ഡെവലപ്മെന്റുകൾ, പിന്നെ അതുപോലെ തന്നെ ബോണ് കുറച്ചും കൂടെ എന്ത് ചെയ്യാ, തിക്കാവുന്ന സംഭവം. പിന്നെ മെയിൻ ആയിട്ട് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക. അഥവാ നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ മെച്യൂരിറ്റി, നമ്മുടെ ഇമോഷണൽ എന്താണ് വെൽബീയിങ് ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്ന ഒരു പീരീഡ് ആണ് നമ്മൾ അതിന് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോ ഇത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു കേട്ടോ, നിങ്ങൾ വേണം ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണ് നോക്കാൻ. എന്നിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം,
സമയം എടുത്ത് പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഇനി എത്ര ദിവസം ഉണ്ട്? 2-3 ദിവസം ഉണ്ടല്ലോ എക്സാമിന്. ഓക്കെ അല്ലേ? എന്നാ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവല്ലേ? ആരെങ്കിലൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ടോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ്? ഫിസിക്കൽ ആൻഡ് പെർസെപ്ച്വൽ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് യൂണിറ്റ്. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു സാധനം, നമ്മുടെ മോട്ടോർ സ്കിൽ എന്തുണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഗ്രോസ് മോട്ടോർ സ്കിൽ ഉണ്ട്, ഫൈൻ മോട്ടോർ സ്കിൽ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ റിഫ്ലക്സ്, ഈ വക സാധനങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു സാധനമാണ് നമ്മളെന്താണ്, സെൻസേഷനും പെർസെപ്ഷനും. അഥവാ സെൻസറി ഓർഗൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ 5 ഓർഗൻസും അതിനെ നമ്മൾ സെൻസ് ചെയ്തിട്ട് മനസ്സിലാക്കാം. ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരു ലൈറ്റ് ഇട്ട റൂമിൽ എന്താണ്, നമ്മളൊരു കുട്ടീനോട് പറയുകയാണെങ്കിൽ ലൈറ്റ് ഫ്രീ ആയിട്ട് റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ലൈറ്റ് കണ്ടാൽ ഓഫ് ചെയ്യണമെന്ന് പറയാം. പക്ഷെ നമ്മൾ ആ ഒരു റൂമിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മളത് സെൻസ് ചെയ്തു, ലൈക്ക് നമ്മൾ എന്ത് ചെയ്തു, കണ്ടു. ബട്ട് നമ്മൾ അത് എന്ത് ചെയ്തില്ല, പെർസീവ് ചെയ്തില്ല. അഥവാ നമ്മുടെ മൈൻഡ് അത് എന്ത് ചെയ്തില്ല, ഇന്റർപ്രറ്റ് ചെയ്തില്ല. അപ്പോ സെൻസേഷനും ഉണ്ട്, പെർസെപ്ഷനും ഉണ്ട്. അപ്പൊ ഈ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിലെ നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഈ പെർസെപ്ഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്താണ്, എന്താ പറയാ, ഓരോ സാധനങ്ങൾ ഇപ്പം നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഹിയറിങ്, വിഷന്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു സാധനമാണ് ഡെപ്ത് പെർസെപ്ഷൻ. ഈ ഡെപ്ത് പെർസെപ്ഷന് എന്താണ്, എലോനിയർ ഗിബ്സൺ നടത്തിയിട്ടുള്ള ഒരു വിഷ്വൽ ക്ലിഫ് എക്സ്പെരിമെന്റ് ഉണ്ട്. അതാണ് ഡെപ്ത് പെർസെപ്ഷൻ. കുട്ടികൾക്ക് ഡെപ്ത് പെർസെപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്, പുസ്തകം നോക്കിയ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് എക്സ്പെരിമെന്റ് എന്നുള്ളത്. അപ്പോൾ ഡെപ്ത് പെർസെപ്ഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ എഴുതി വെക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഒരു സാധനമാണ് ഷേപ്പ് കോൺസ്റ്റൻസി, സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുന്ന, കളർ കോൺസ്റ്റൻസി എന്ന് പറയുന്ന ഒരു 3 സാധനങ്ങൾ. ഇതും നിങ്ങൾ എന്താണ്, സിമ്പിൾ സാധനമാണ്, പക്ഷെ ബുക്ക് നോക്കി ഒരാക്കി അതൊക്കെ എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ കേട്ടോ. അഥവാ ഏതൊരു സാധനവും എന്താണ് സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആയിട്ട് തോന്നുക എന്നുള്ളതാണ് ഈ ഒരു ഷേപ്പ് കോൺസ്റ്റൻസി അല്ലെങ്കിൽ സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ കുട്ടി എന്താണ്, ഒരു എയറോപ്ലെയിൻ കാണുന്ന സമയത്ത് ആ കുട്ടി അതിനെ പെർസീവ് ചെയ്യുക എന്താ, ആക്ച്വലി എയറോപ്ലെയിൻ എന്താണ്, ചെറിയതാണ്, ഒരു ഉറുമ്പിന്റെ വലുപ്പമുള്ളതാണെന്നാണ് കുട്ടി മനസ്സിലാക്കുക, സ്വാഭാവികമാണ്. നേരെ മറിച്ച് നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കാം. കാരണം എന്താണ്, അതിന്റെ സൈസ് എന്താണ്, നമ്മുടെ മൈൻഡിൽ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആക്ച്വലി നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ്, ചെറുതായിട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയാം അതിന്റെ സൈസ് എന്താണ്, ആക്ച്വലി വലുതാണെന്നുള്ളത്. അതാണ് സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുക. അഥവാ അതിന്റെ സൈസ് എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. ഇത് ചെറിയ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, ഈ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ ഈ കോൺസ്റ്റൻസി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഏത് ഇയറിലാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് അതിലെന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ വാണട്ടോ, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തീരെ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ ചിലപ്പം ക്ലാസ് എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകില്ല. ഏത് ഇയറില് എങ്ങനെയാ സൈസ് കോൺസ്റ്റൻസി ഏത് ഇയർ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ഇയർ മുതൽക്കാന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, ഒന്ന് ജസ്റ്റ് നോക്കണം. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം, നോക്കാം. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ഒരു ഇയർ ബേസിലല്ല പറയുന്നത്. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേജ് കഴിഞ്ഞാലാണ് കുട്ടികൾക്ക്, അതായത് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് സ്റ്റേജ് ഉണ്ട്. സെൻസറി, മോട്ടോർ, പ്രീ ഓപ്പറേഷനിൽ, ഫോമൽ ഓപ്പറേഷനിൽ, കോൺക്രീറ്റോ, അങ്ങനെ ഒരു 4 സ്റ്റേജ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏതോ ഒരു സ്റ്റേജിലാണ് അത് വരുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് സാധനമാണ്, ഇപ്പൊ നമ്മൾ നേരത്തെ 5 ആളുകളുടെ പേരായിരുന്നു നമ്മൾ പറഞ്ഞത്. ആർക്കെങ്കിലും എല്ലാം ഒന്ന് സ്പീഡിൽ പറയാൻ പറ്റുമോ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഒരു 5 പേരുകൾ ഏതൊക്കെയായിരുന്നു? പെട്ടെന്ന് പറ, അല്ലേ ഞാൻ ഒരാളെ പേര് വിളിക്കും. നിങ്ങൾ എന്താണ് ജസ്റ്റ് എന്റെ കൂടെ ഉണ്ട് എന്നൊന്ന് കൺഫേം ചെയ്യാനാണ്. നിങ്ങൾ എല്ലാരും കൂടെ ഷെയർ ചെയ്ത് പറഞ്ഞാലും മതി. ഫസ്റ്റ് ഫ്രോയിഡ്, പിന്നെ എറിക്സൺ. ഓക്കെ ഓക്കെ, പിന്നെ ആരൊക്കെ പറഞ്ഞു? മാസ്ലോ പറഞ്ഞു, റോജേഴ്സ്. 2 ആൾ എന്തായിരുന്നു, ഹ്യൂമനിസ്റ്റിക്കിലായിരുന്നു. അങ്ങനെ തന്നെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കട്ടോ.
പിന്നെ നമ്മൾ ആരെ പറഞ്ഞു? വൈഗോട്സ്കി പറഞ്ഞു. വൈഗോട്സ്കി. യെസ്. പിന്നെ നമ്മൾ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ട്, ലോറൻസ്. ആരായിരുന്നു? ഇംപ്രിന്റിങ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ആര്? യുറി ബ്രോൺഫ് ബ്രന്നർ. എന്ത്? നമ്മുടെ ബയോളജിക്കൽ മോഡല്, മീസോ സിസ്റ്റം, മാക്രോ സിസ്റ്റം, എക്സോ സിസ്റ്റം. ഇത് നിങ്ങൾ ഇങ്ങനെ തീരെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ അത്യാവശ്യം വായിക്കുകയും അത്യാവശ്യം എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ഉറക്കത്തിലും എണീച്ച് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വേറെ തന്നെ ഒരു ഏരിയ ആണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, എഴുതുന്നില്ല എല്ലാവരും? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ടുള്ളത് ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇതിൽ 4 സ്റ്റേജസ് ആണ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്, രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, നാലാമത്തത് എന്താണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ അല്ലേ? ഈ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യും, കുറച്ച് പേരുകളുണ്ട്. അതൊക്കെയാണ് അതിൽ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഈ 4 സ്റ്റേജസും പഠിക്കണം, 4 സ്റ്റേജിൽ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പഠിക്കണം. ഇതിൽ ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്റ്റേജസിന് എന്ത് വരുന്നുണ്ട്, ഒരു ഇയർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏജ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ 0 to 2 ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയ കുട്ടിക്ക് എന്തൊക്കെ അതിൽ ഡെവലപ്പ് ചെയ്യുന്നുള്ളത് അല്ലെ? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ചും കൂടെ റിലേറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടെ തിയററ്റിക്കലി എന്ത് ചെയ്യണം, നോളജ് വേണം, എന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറയുന്നത് ഈ 4 സ്റ്റേജസ് ഉള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, സ്കീമ എന്ന് പറയുന്നത്. സ്കീമ എന്താണെന്ന് അറിയില്ലേ? എന്താണ് സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഗ്നിറ്റീവ് സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആരെങ്കിലും ഒരാൾ അറിയില്ല എന്ന് പറയണം, എന്നാൽ മാത്രം നമുക്ക്. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ സ്കീം, അഥവാ നമ്മുടെ ഒരു വിഷയത്തെ പറ്റി നമുക്ക് മുമ്പ് അറിയുന്ന ഒരു സാധനം, അതിനാണ് നമ്മൾ സ്കീമ എന്ന് പറയാ. പിന്നെ ഇതിന് വരുന്ന ഒരു ടേം ആണ്, നിങ്ങൾ എഴുതി വെക്കണം. അഥവാ ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഈ 4 സ്റ്റേജസിന് പുറമെ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്, എഴുതി വെക്കുക. അതെന്താ? സിമ്പിൾ ആണ്, ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾ എന്താന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 അസിമിലേഷൻ ആണ്, 2 അക്കോമഡേഷന്, 3 അഡാപ്റ്റേഷന്, 4 ഹാബിറ്റേഷന്. സിമ്പിൾ ആണ്, ഞാൻ വേണമെങ്കിൽ ഒരു ഐഡിയ തരാം. അഥവാ ഇപ്പൊ എന്താണ്, ഒരു കുട്ടിക്ക് പൂച്ച എന്താണെന്നറിയാം. അപ്പൊ എന്ത് ചെയ്യാ, ഒരു നായനെ കാണുന്ന സമയത്ത് ആ ഒരു നോളജ് വെച്ചിട്ട് 4 കാലൊക്കെ ഉള്ള ഒരു സാധനമാണ്, അപ്പൊ ഇതും ഈ കണ്ട നായയും എന്താണ്, പൂച്ചയാണെന്നുള്ള ആ ഒരു സാധനം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പൂച്ച എന്താണെന്നറിയാം. പിന്നെ ഒരു നായനെ കാണുന്ന സമയത്ത് കുട്ടി പറയണേ, എനിക്കിപ്പോ അറിയുന്നത് പൂച്ചയാണ്, പക്ഷെ ഇത് പൂച്ചയിൽ നിന്ന് ഡിഫറെന്റ് ആണ്, ഇത് വേറെ എന്തോ ഒരു സാധനമാണ്. അപ്പൊ അതാണ് ഈ സാധനങ്ങളാണ് ഈ അസിമിലേഷൻ, അക്കോമഡേഷൻ എന്നൊക്കെ പറയുന്നത്. അഥവാ നമ്മുടെ എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിനെ പുതിയൊരു സാധനത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് അതിനെ മനസ്സിലാക്കാം. നെക്സ്റ്റ് എന്താണ്, നമ്മളെ എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിലേക്ക് പുതിയൊരു സാധനം ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു സാധനത്തെ മനസ്സിലാക്കാം. അപ്പോ ഇതാണ് അസിമിലേഷന്, അക്കോമഡേഷന്. പിന്നെ ഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്ത് ചെയ്യാം, ഇപ്പൊ ഇൻക്രീസ്ഡ് ആയിട്ട് റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനോട് എന്ത് ചെയ്യും, ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്റ്റിമുലസിനോട് നമ്മളെ റെസ്പോൺസ് കുറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് ഒരു അടി കിട്ടി, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പേടിയും ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ഒരാഴ്ച മൊത്തം നിങ്ങൾക്ക് അടി കിട്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല, നെക്സ്റ്റ് വീക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്രശ്നമാവില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഹാബിറ്റേഷൻ എന്ന് പറയുക. അഥവാ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്റ്റിമുലസ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള റെസ്പോൺസ് കുറയും എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുറച്ചും കൂടെ എന്താ ചെയ്യുക, ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. 1 സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 ഇയർ ആണ്. രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 ഇയർ ആണ്. മൂന്നാമത്തതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11. ലാസ്റ്റത്തെ എന്താണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്താണ്, 12+ ആണ്. ഓക്കെ, ഈ ഫസ്റ്റത്തിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്കില്ല ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ GPT എന്ത് ചെയ്താൽ മതി, GPT പോലത്തെ AIനോടൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഭയങ്കര വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ അത് പോയി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്തോളുന്നില്ല, മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇതിൽ ഓരോ വേർഡ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒബ്ജക്റ്റ് പെർമനൻസ്, അനിമിസം, ഈഗോസെൻട്രിസം, കൺസർവേഷന്, റിവേഴ്സബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ എന്താണ്, കോംപ്ലക്സ് തിങ്കിങ്, ലോജിക്കൽ റീസണിങ്. അപ്പം ഈ പറയപ്പെട്ട കീവേഡ്സ് ഓരോ ഡിഫറെന്റ് സ്റ്റേജസിൽ ഉണ്ടാകുന്ന സാധനമാണ്. അതെന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാം. ഓക്കെ, അതെല്ലാം കൂടെ നമ്മളിപ്പോൾ പറയാൻ നിന്നാൽ ടൈം ഉണ്ടാവില്ല. പിന്നെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്ന നെക്സ്റ്റ് ഒരു സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ വൈഗോട്സ്കിയുടെ തിയറിയാണ്. എന്തൊക്കെയുണ്ടായിരുന്നു,
ZPD, MKO, സ്കഫോർഡിങ്, പ്രൈവറ്റ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ ആ വക സാധനങ്ങൾ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് സൈക്കോളജിയിലും ഡെവലപ്മെന്റൽ സൈക്കോളജിയിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അറിയാം എന്താണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്? എനിബഡി? ആർക്കും അറിയില്ല? ഓക്കെ, ഇൻഫർമേഷൻ എന്താണ് പ്രോസസ്സിംഗ് അപ്രോച്ച് ഇമ്പോർട്ടന്റ് ആണ്. അഥവാ നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനെ എങ്ങനെയാണ് ഡാറ്റകള് പഠിക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റകൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തിയറിയാണ്. ഈ തിയറി മെയിൻ ആയിട്ട് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ മോഡലാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യന്റെ കൊഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു സ്റ്റിമുലസ് വരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ആയിട്ട് എൻവിറോൺമെന്റിന് ഒരു സ്റ്റിമുലസ് എന്തോ ആവട്ടോ, ഒരു നോളജ് ആവാം, നമ്മൾ എന്തെങ്കിലും കേട്ടതാവാം, കണ്ടതാവാം, നമ്മൾ ടച്ച് ചെയ്തതാവാം, അത് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അഥവാ നമ്മുടെ സെൻസറി മെമ്മറി അവിടെ വർക്ക് ചെയ്യും. ഈ സെൻസറി മെമ്മറി എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, മെമ്മറി നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ മെമ്മറി എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലെ മെമ്മറി ഒക്കെ ഓർമ്മ വേണം. ആ ചാപ്റ്റർ ഒക്കെ പഠിച്ചവരൊക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ എന്തായാലും ബേസിക് ആയിട്ട് പറയാണ്, നമുക്ക് എന്ത് ചെയ്യും, പുറത്തുനിന്നൊരു ഇൻഫർമേഷൻ വരുന്നു, നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, നമ്മുടെ സെൻസറി ഓർഗൻസ് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ കാണുന്നു അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നു. അത് സെൻസറി മെമ്മറിയിലേക്ക് പോകുന്നു, നമ്മൾ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നു, അത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകുന്നു, നമ്മൾ അതിനെ എൻകോഡ് ചെയ്യുന്നു. ലോങ് ടൈം മെമ്മറി കുറച്ചും കൂടെ സമയം എടുത്തിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ലോങ് ടൈം മെമ്മറിയിലേക്ക് പ്രോസസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമുള്ള സമയത്ത് അതിനെ റിട്രീവ് ചെയ്യുന്നു. ഇതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്. ഇതും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിളിലോ GPTയിലൊക്കെ എന്ത് ചെയ്യാം, എന്താണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്, അതിന്റെ സ്റ്റേജസ് ഒക്കെ നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡയഗ്രം ഒക്കെ വരക്കാൻ പറ്റും. പിന്നെ ഇതിലുള്ള മറ്റൊരു സാധനമാണ് അറ്റൻഷന്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അറ്റൻഷൻ ഉണ്ട്. ആദ്യം എന്താണ് അറ്റൻഷൻ എന്ന് എഴുതണം. അപ്പോൾ എന്താണ് അറ്റൻഷൻ? അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു സാധനത്തിലേക്ക് മാത്രം നമ്മുടെ എന്താ പറയാ, നമ്മൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുക, ഒരു സാധനത്തിലേക്ക് മാത്രം നമ്മൾ ഒരു ടാസ്കിലേക്ക് മാത്രം നമ്മൾ ലോങ് പീരിയഡിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുന്ന എബിലിറ്റിക്കാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുക. അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, സസ്റ്റൈനഡ്, ഡിവൈഡഡ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് സസ്റ്റൈനഡ്, ഡിവൈഡഡ്, ഫോക്കസ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു 4-5 ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഷൻസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതൊക്കെ സിമ്പിൾ ഇതാട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ഒരു ഐഡിയ കിട്ടുന്ന ഏരിയാസ് ആണ്. ഇനി നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഇനി മറ്റൊരു സാധനമാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതും സിമ്പിൾ ആണ്, 2 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത്. അങ്ങനെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു യൂണിറ്റ് ബേസിലാണ്. അതായത് ഒരു യൂണിറ്റിൽ നിന്ന് ഇത്ര സാധനങ്ങൾ, 2-3 സാധനങ്ങൾ മാത്രമാണ്, അങ്ങനെ എല്ലാ യൂണിറ്റും. അപ്പൊ നിങ്ങൾ കൃത്യം എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ബേസിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇനിയിപ്പോ ഒരു സാധനം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും മറ്റൊരു സാധനം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൽ സിമ്പിൾ ആണ്. 2 സാധനങ്ങൾ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബേസിക് ആസ്പെക്ട് ഓഫ് ലാംഗ്വേജ്, അഥവാ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ബേസിക് ആസ്പെക്ട് ചോദിക്കും. ഇതിലൊരു 5 പേരാണുള്ളത്. രണ്ടാമത്തത് സ്റ്റേജസ് ആണ്. നമ്മൾ ഒരു കുട്ടി എന്താണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന സ്റ്റേജസ്, ഇതും 5 എണ്ണമാണ്. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 എണ്ണത്തിന് എന്തുണ്ടാവും, ഓരോ ഇയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പെസിഫിക് ഇയർ ഉണ്ടാവും. ആ ഒരു ഇയറിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടി ജനിച്ച പാടന്നെ എനിക്ക് പാല് തരുമെന്ന് പറയില്ല അല്ലെ. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പൊ ഫസ്റ്റ് കുട്ടി ഒരു 2-3 മാസം കഴിഞ്ഞാൽ കുട്ടി യൂസ് ചെയ്യുക, അപ്പൊ എന്താണ് ഫസ്റ്റ് കുട്ടി യൂസ് ചെയ്യുക എന്താണ്, ക്രൈയിങ്, അതുപോലെ തന്നെ കൂളിങ്, അതുപോലെ തന്നെ ബബ്ലിംഗ് എന്നൊക്കെ പറയുന്ന, അങ്ങനെ ബാബാബ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആയിരിക്കും. പിന്നെ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് മാമ അല്ലെങ്കിൽ ഉമ്മ എന്നൊക്കെ പറയാൻ പഠിക്കും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പൊ മാമ മിൽക്ക്, അഥവാ എന്താണ് പാല് തരും എന്നൊക്കെ പറയുന്ന, അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും, ഓരോ ഇയറിൽ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യലാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഈ ബേസിക് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നെന്താണ് ഫോണിംസ്, മോർഫിംസ്, അതുപോലെ തന്നെ സിൻഡാക്സ്, സെമാൻറ്റിക്, പ്രാഗ്മാറ്റിക്സ്, ഇങ്ങനെ ഒരു 5 സ്റ്റെപ്പാണ് ഇതിൽ വരുന്നത്. ഫോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് ആണ്. മോർഫിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് വേർഡ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് സിൻഡാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കലി ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നാലാമത്തത് സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ എന്താണ്, വേർഡ്സിന്റെ മീനിങ് പഠിക്കലാണ്. അഞ്ചാമത്തത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം. ഇപ്പൊ
ഇവിടുന്ന് പോടാ എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കുട്ടി ടീച്ചറെ അടുത്ത് പോയി പറയാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യാം, ആ കുട്ടിയുടെ അനിയനോട് വേണമെങ്കിൽ അത് പറയാം. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ കോണ്ടക്സ്റ്റിൽ എന്ത് ചെയ്യണം, ഏതൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ആസ്പെക്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നല്ല സ്പീഡാണ് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, ഡാറ്റ ഓവർലോഡ് ആണ്, അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിലും പറയണം. നമുക്ക് അധികം എന്തില്ല, 1 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു. അധികം നമുക്ക് സംസാരിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കുറെ നേരമല്ലേ ഞാൻ പറയുന്ന, ആരെയൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറ. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഇത്രേ ഉള്ളൂ. ബേസിക് ആസ്പെക്ട് ഏതൊക്കെ നോക്കുക. അതുപോലെ തന്നെ 5 സ്റ്റേജ് അഥവാ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ 5 സ്റ്റേജസ്. പിന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിന് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒരു മെയിൻ ഏരിയാസ് മാത്രമേ പറയുന്നത്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിന്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. അതായത് ലാംഗ്വേജ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ബ്രെയിനിന്റെ ഏരിയ ഏതാണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബ്, അതുപോലെ തന്നെ ലെഫ്റ്റ് ടെമ്പറൽ ലോബ് എന്ത് ചെയ്യുന്നു, ബ്രോക്കാസ് ഏരിയ എന്ത് ചെയ്യുന്നു, വെർണിക്കസ് ഏരിയ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്പീച്ച് പ്രൊഡക്ഷന്, ലാംഗ്വേജ് കോംപ്രഹൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 4 പേജും 3 പേജൊക്കെ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിയോളജി ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനമൊക്കെ എഴുതാൻ പറ്റും. ഏത് നമ്മുടെ മെമ്മറിയിൽ എവിടെ വർക്ക് ചെയ്ത്, ബ്രെയിനിൽ എവിടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വൈഡ് ആയിട്ട് എന്ത് ചെയ്യാം, നോക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ 5 സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചോളി. ഒന്ന് പ്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റേജ് ആണ്, അഥവാ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, ഭാഷ ഉപയോഗിക്കാത്ത ടൈം, അഥവാ 1 വയസ്സാണ്. അതിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈയിങ്ങും ബബ്ലിങ്ങും ഗസ്റ്റേഴ്സ് ഒക്കെ ആണ് കുട്ടികൾ കാണിക്കുക. എന്തുണ്ടെങ്കിലും ഫസ്റ്റ് കുട്ടി ക്രൈ ചെയ്യാണ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വേർഡ്, മൂന്നാമത്തത് 2 വേർഡ് സ്റ്റേജ്, നാലാമത്തത് ടെലഗ്രാഫിക് സ്പീച്ച്, ലാസ്റ്റത്തെ എന്താണ് മൾട്ടി വേർഡ്. അപ്പൊ ഇങ്ങനെ 5 എണ്ണമാണ് ഉള്ളത്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു ബർത്ത് ടു 12 മന്ത് ആണ്. രണ്ടാമത്തത് എന്താണ് 12 മന്ത് ടു 18 മന്ത് അഥവാ 1.5 വയസ്സ് വരെ. മൂന്നാമത്തത് 18 മന്ത് ടു 2 വയസ്സ് വരെ അഥവാ 24 മന്ത്. മറ്റേ എന്താണ് 2.5 വയസ്സ് വരെ അഥവാ ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 to 30 ആണ്. ലാസ്റ്റത്തത് 30+. അപ്പൊ ഇതിൽ ഓരോന്നിലും എന്തിന്റെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യേ അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് GPT യൂസ് ചെയ്തിട്ട് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ പേരിൽ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. അതായത് 1 വേർഡ്, സിംഗിൾ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിംഗിൾ വേർഡ് ഉണ്ടാവുക. അപ്പൊ മിൽക്ക്, മാമ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ 2 വേർഡിൽ എന്താണ് വോൺ ടോയ് അല്ലെങ്കിൽ ഗോ പാർക്ക്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ 5 സ്റ്റേജ് എഴുതണം, അതിലെ ഏജ് റേഞ്ച് എഴുതണം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം, എന്തും കൂടെ എഴുതണം. അതിലൊരു എക്സാമ്പിളും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അതായത് ഓരോ സ്റ്റേജിൽ എന്താണ്, എന്ത് സാധനമാണ് നിങ്ങൾ അല്ലെങ്കിൽ എന്ത് സാധനമാണ് ഒരു കുട്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്. ഇത് ഓക്കെ ആണോ ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ആരെയൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എല്ലാവരും ക്ലാസ്സിലല്ലേ? 18 ആളുകളാണ് ഉള്ളത്. എല്ലാവരും ഓണല്ലേ? അപ്പൊ നമുക്ക് ബാക്കി തുടങ്ങിയാലോ? അപ്പൊ ഇത്ര സിമ്പിൾ ആട്ടോ. ഞാൻ പറയല്ലോ, നിങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിഫറൻറ്റ് സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറയുന്നത് മോറൽ ഡെവലപ്മെന്റ് ആണ്, അഥവാ നമ്മുടെ മൊറാലിറ്റി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്? അതിലൊരു 3 ആളുകളുടെ തിയറിയാണ് ഉള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിന് 4 സ്റ്റേജ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു 4 സ്റ്റേജ്? ആരേലും ഒരാൾ പറ. ഏതായിരുന്നു? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. സിമ്പിൾ ആട്ടോ, നിങ്ങൾ പഠിക്കണം. അതിലെ ഏജ് റേഞ്ചും എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന പഠിക്കണം. ഇനി മോറൽ ഡെവലപ്മെന്റിൽ വരുന്ന സമയത്ത് പേര് എഴുതി വെച്ചോളി. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ജീൻ പിയാഷെ തന്നെയാണ്. 2 എന്താണ് കൊഹൽബർഗ് ആണ്. 3ാമത്തെ എന്താണ് ഗിലീഷ്യൻസ് തിയറി. ഓക്കെ, ഈ ഗിലീഷ്യൻസ് തിയറി മെയിൻ ആയിട്ട് എന്താണ് ജെൻഡർ ബേസിൽ പറയുന്ന ഒരു തിയറിയാണ്. ഓക്കെ, ഇനി എന്താണ് കോഹൽബർഗിന്റെ തിയറിയിൽ 3 സ്റ്റേജാണ് ഉള്ളത്, 3 ലെവലാണ് ഉള്ളത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സ്റ്റേജിലും എന്ത് വരുന്നുണ്ടോ,
ഓരോ ലെവലിലും 2 സ്റ്റേജ് വീതം വരുന്നുണ്ട്. ഇപ്പൊ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി പറയുകയാണെങ്കിൽ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഒരു സ്റ്റേജ് ആണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. ഓക്കെ, രണ്ടാമത്തെ ലെവലായിട്ടുള്ള കൺവെൻഷണൽ മൊറാലിറ്റിയിൽ എന്താണ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. പിന്നെ മൂന്നാമത്തെ എന്താണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ സോഷ്യൽ കോൺട്രാക്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ എത്തിക്സ്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഹെയ്ൻസ് ഡിലമ്മ എന്ന് പറയുന്ന ഒരു തിയറി വരുന്നത്. എഴുതി വെച്ചോളി. നിങ്ങൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഹെയ്ൻസ് ഡിലമ്മ ഒക്കെ എഴുതിയിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല മാർക്ക് കിട്ടും. ഈ ഹെയ്ൻസ് ഡിലമ്മ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്, ഹെയ്ൻസ് എന്ന് പറയുന്ന ഒരാൾ എന്താണ്, അയാളുടെ വൈഫ് എന്താണ് ക്യാൻസർ അങ്ങനെ എന്തോ ഒരു രോഗം വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഇയാളെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് തെറ്റായിട്ടുള്ള തെഫ്റ്റ്, അയാൾ എന്താണ് മരുന്ന് എന്താണ് കക്കാണ്. അപ്പോ ഈ സാധനം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് മൊറാലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് എന്തല്ല റൂൾസ് ആൻഡ് ലോസ് അല്ല, അതായത് നിയമങ്ങളല്ല ഒരിക്കലും മൊറാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എത്തിക്സും നമ്മുടെ റൈറ്റ്സും ചോയ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നുണ്ട് മൊറാലിറ്റി വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യാണ്, അയാളുടെ വേണ്ടപ്പെട്ട ഒരാൾ മർഡർ ചെയ്യപ്പെടുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യാ, ഇയാളെ നിയമത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം അയാൾ സ്വന്തമായിട്ട് ഇയാളങ്ങ് കൊന്നു. അപ്പൊ അതിൽ ഇയാൾ കാണുന്ന ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇവിടെ നിലനിൽക്കുന്ന ജസ്റ്റിസ് എന്തല്ല, അല്ലെങ്കിൽ ലോ എന്തല്ല, ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഞാൻ എന്താണ്, അപ്പം ഇങ്ങനെ ആളുകൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്താഗതികളൊക്കെ വരുന്നത് ഈ ഒരു ഡിഫറെന്റ് സ്റ്റേജസിലാണ്. അപ്പൊ ഇത് നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഡെപ്തിൽ പഠിക്കണം. ഞാനിപ്പം ആ ഒരു പേര് മാത്രം പറഞ്ഞു പോയത്. അഥവാ കൊഹൽബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് 3 ലെവലാണ്. ഓരോ ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട് 2 സ്റ്റേജസ് വീതമുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാല് മനസ്സിലാക്കി പഠിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ഒക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേട്ട സമയത്ത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ സിമ്പിൾ ആണ്. ഓരോന്നും എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഓരോ സ്റ്റേജ് മോഡലിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജിൽ എന്താണ് പറയുന്നത് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്. അഥവാ ഇപ്പൊ എനിക്ക് എന്താണ് മൊറാലിറ്റി വരുന്നത് എന്താണ്, ഞാൻ ഭയങ്കര നല്ല ആളായതുകൊണ്ടല്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാനൊരു സാധനം കട്ട് കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടുമെന്നുള്ള പേടിയെന്നാണ് എനിക്ക് അവിടെ എന്ത് ചെയ്യുന്നത് മൊറാലിറ്റി വരുന്നത്. അപ്പൊ അതൊരു സാധനമാണ്. അപ്പോ പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ബാക്കിയുള്ള ഒരാളുടെ മുമ്പിൽ എന്താണ് നല്ലൊരാളായി ചിത്രീകരിക്കാൻ വേണ്ടി ഞാൻ കുറെ തിന്മകൾ ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു കൊഹൽബർഗിന്റെ തിയറിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി പിയാഷയുടെ മോറൽ ഡെവലപ്മെന്റിൽ 2 സാധനം മാത്രമേ ഉള്ളൂ. ഒന്ന് ഹെട്രോണമസ് മൊറാലിറ്റിയും, എന്താണ് ട്രാൻസിഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന 2 സാധനമാണ്. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്തു, മോറൽ തിയറി പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് തിയറിയാണ്. എന്താണ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറ. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്ന് പറ. ആർക്കും അറിയില്ല എന്താണ് അറ്റാച്ച്മെന്റ് എന്നുള്ളത്? ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടില്ല, സ്ലൈഡ് ഇതാക്കാൻ മറന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലൈഡ് ഓൾറെഡി ഗ്രൂപ്പിലിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മൾ എന്ത് ചെയ്യാ, കുട്ടികൾ കെയർ ഗീവറോട് ഉണ്ടാകുന്ന ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ അറ്റാച്ച്മെന്റ് എന്ന് പറയാം. ഡെവലപ്മെന്റ് അറ്റാച്ച്, അതായത് നമ്മൾ എന്താണ് ഡെവലപ്മെന്റിൽ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറിയിൽ എന്താണ് ടൈപ്പ് ബി, ടൈപ്പ് എ, ടൈപ്പ് സി എന്ന് പറയുന്ന ഒരു 3 ടൈപ്പാണുള്ളത്. സെക്യൂർ അറ്റാച്ച്മെന്റ്, ആങ്ഷ്യസ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ആങ്ഷ്യസ് റെസിസ്റ്റന്റ് അറ്റാച്ച്മെന്റ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു തിയറി കണ്ടക്ട് ചെയ്യുന്നത് എന്താണ് ഒരു എക്സ്പെരിമെന്റിലൂടെയാണ്. ഒരു കുട്ടീനെ ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കിയിട്ട് കെയർ ഗീവർ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് കെയർ ഗീവർ പോകും. അപ്പൊ ഒരു എന്താ പറയാ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾ വരും. അങ്ങനെ ഒരു 8 സ്റ്റേജസിൽ 20 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അതെന്താന്നൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു യൂണിറ്റ് എന്ന് ചോദിക്കാനുള്ള ഒരു ഏരിയ ആണ് എന്ത് ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സാധനമാണ് ഹാരി ആർലോന്റെ മങ്കി എക്സ്പെരിമെന്റ്. നമ്മളിപ്പോ അടുത്ത് വൈറലായ പഞ്ച് കുരങ്ങൻ അല്ലെ, ആ ഒരു സാധനമാണ്, ആ ഒരു സെയിം സാധനമാണ് ഈ ഹാരി ആർലോന്റെ മങ്കി എക്സ്പെരിമെന്റ്. ഇതെന്താന്ന് അറിയില്ലേ, മങ്കി എക്സ്പെരിമെന്റ് എന്താന്ന് അറിയില്ലേ, ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? ആർക്കും അറിയില്ലേ? അറിയാം, സ്വന്തം അമ്മയെ മാറ്റി നിർത്തി അതല്ലേ?
യെസ് അതായത് ഒരു എന്താണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മദറും ഉണ്ടാകും, അതുപോലെ തന്നെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള, അതായത് ഒരു മങ്കിനെ ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആക്കും. ഒരു മങ്കി കുട്ടീനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ഒരു റൂമിലാക്കിയിട്ട് വേറെ ആരും ഉണ്ടാവില്ല. രണ്ട് എന്ത് ചെയ്യും, ഡമ്മി ആയിട്ടുള്ള രണ്ട് ഡോള് പോലത്തെ രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും, ഒരു ലൈക്ക് ഒരു മദർ മോഡലില്. ഒന്ന് ഭയങ്കര വിയേർഡ്, അഥവാ വയർ കൊണ്ട് ഉണ്ടാക്കിയ വിയേർഡ് ഷേപ്പിലുള്ള ഒന്നും, മറ്റേത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. എന്നിട്ട് ഈ വയർ കൊണ്ട് ഉണ്ടാക്കിയ, കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ എന്താ പറയാ, ഈ മദർ എന്ത് ചെയ്യും, ഡെയിലി എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് ഫീഡ് ചെയ്യും, അഥവാ ഈ ഫുഡ് അവിടെ വെച്ചു കൊടുക്കും ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നവര്. പക്ഷെ ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുന്നത് ഈ വയറ് കൊണ്ട് ഉണ്ടാക്കിയ മദർ ആണെങ്കിലും ഈ മങ്കി എപ്പോഴും ഉണ്ടാവുക ഈ സോഫ്റ്റ് അഥവാ സ്മൂത്ത് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ മദറിന്റെ കൂടെ ആയിരിക്കും. അപ്പോൾ അതെന്താണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത് നമ്മുടെ കെയർ ഗിവറോട് എന്നൊക്കെ ഉള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് മോറൽ ഡെവലപ്മെന്റും അറ്റാച്ച്മെന്റ് തിയറിയാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഇമോഷണൽ റിലേഷൻഷിപ്പ് ആണ്. സിമ്പിൾ ആണ്. എന്താണ് ഇമോഷൻ എന്ന് നോക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കൊക്കെ എന്താണ് ഇമോഷണൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള എന്താണ് 6 ഇമോഷൻസ് ഉണ്ട്. ജോയ്, എന്താ പറയാ, സാഡ്, ആംഗ്രി എന്നൊക്കെ പറയുന്നത്, അത് ഏതൊക്കെ നോക്കി വെക്കാം. ഇത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ഒരു തിയറി എന്ന് പറയുന്നത് മേരി ഹൈൻസ്വർത്തിന്റെ സ്ട്രേഞ്ചർ സിറ്റുവേഷൻ ടെസ്റ്റ് ആണ് ഇതിൽ പറയുന്ന മറ്റൊരു തിയറി. അതെന്ത് ചെയ്യാ, നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി ഇമോഷന്റെ 1-2 തിയറീസ് ഒക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പഠിക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇമോഷനിലുള്ളത്. പിന്നെ വരുന്നത് എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി, ജെൻഡർ. ഇതെന്താണ്, നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം, ഈ വക സാധനങ്ങളൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിലും എന്ത് വരും, ഫ്രോയിഡിന്റെ തിയറി, നമ്മൾ നേരത്തെ പഠിച്ച ഫ്രോയിഡിന്റെ തിയറി വരും, അതുപോലെ തന്നെ എറിക്സന്റെ തിയറി വരും. ഇതിന് പുതിയതായിട്ട് വരുന്ന ഒരു സാധനമാണ് മാർഷ്യയുടെ ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡൽ എന്ന് പറയുന്ന ഒരു തിയറി. അത് ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതെന്താന്ന് നോക്കി വെക്കണം. സിമ്പിൾ തിയറിയാണ്. ഇതിൽ എന്താ ചെയ്യുക, 2 സാധനങ്ങളാണ് വരുന്നത്. ഒന്ന് എക്സ്പ്ലോറേഷനും 2 കമ്മിറ്റ്മെന്റും ആണ്. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാനുള്ള നമ്മുടെ ടെൻഡൻസി. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു സാധനത്തോട് ഈ രണ്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഐഡന്റിറ്റി നമ്മൾ അച്ചീവ് ചെയ്യും. ഇനി എന്താണ്, എക്സ്പ്ലോറേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി, മോർട്ടോറിസം, അങ്ങനെ എന്താണ് ഒരു 4 സാധനങ്ങളാണ് പറയുന്നത്. അഥവാ ഈ എക്സ്പ്ലോറേഷനും കമ്മിറ്റ്മെന്റും 2 × 4 ആ ഒരു സാധനം മനസ്സിലാക്കിയാൽ മതി. എക്സ്പ്ലോറേഷനും കമ്മിറ്റ്മെന്റും 2 ഉണ്ടെങ്കിൽ 1, 2 ഇല്ലെങ്കിൽ 1, പിന്നെ ഒരു ഭാഗത്ത് നിന്ന് 1 ഉണ്ടാകുന്നു, ഒരു ഭാഗത്ത് നിന്ന് 1 ഇല്ല, പിന്നെ നേരെ തിരിച്ച്. അപ്പൊ ഇതാണ് മാർഷ്യയുടെ ഈ ഒരു 4 കാറ്റഗറി. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് പഠിക്കുക. മാർഷ്യയുടെ ഈ 4 കാറ്റഗറി എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് പഠിക്കുക. അഥവാ ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡൽ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ്. ഓക്കെ അല്ലേ? ബാക്കി നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. പിന്നെ ഈ ലാസ്റ്റത്തെ 2 യൂണിറ്റും അതിന്റെ മുമ്പത്തെ 2 യൂണിറ്റും, അഥവാ 11ഉം 12ഉം മെയിൻ ആയിട്ട് എന്താണ്, കുറച്ചും കൂടെ ഒരു 13ഉം 14 എന്താണ് ഒരു ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സിമ്പിൾ സാധനമാണ്. ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. എന്താണ് നമ്മൾ കുറച്ചും കൂടെ ഒരു സോഷ്യൽ, ഇപ്പൊ കുട്ടികൾ എന്താണ് സ്കൂള്, അവരുടെ ആ ഒരു സാധനങ്ങള്, അതുപോലെ തന്നെ എന്താണ് ഡിജിറ്റൽ വേൾഡ്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഒരു സോഷ്യോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് തന്നെ അതിൽ വലിയ തിയറീസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും, സിമ്പിൾ ആയിട്ട് എഴുതാനും പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ സ്കൂൾസ് എന്നുള്ള യൂണിറ്റ്. അതുപോലെ തന്നെ പ്രോ സോഷ്യൽ ആൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ ഇൻ ചൈൽഡ്ഹുഡ്, അതെന്താന്ന് നിങ്ങൾക്ക് എന്താ അറിയാം. അപ്പോൾ അത് രണ്ടും സിമ്പിൾ ആണ്. പിന്നെ ലാസ്റ്റ് 2 യൂണിറ്റ് വരുന്നത് അതിൽ എന്താണ്, ആകെ 4 ഡിസോർഡറുകളുടെ മാത്രം പഠിക്കാൻ, അഥവാ ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി, അഥവാ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഇതിൽ പറയുന്നത്. മെയിൻ ആയിട്ട് ഒന്ന് എന്താണ്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അപ്പൊ അതിലെന്താണ്, എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, എത്ര ഐക്യു ഉണ്ടായാലാന്നുള്ളത് എഴുതാം. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു സാധനമാണ് ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ. സിമ്പിൾ ആട്ടോ ഇതൊക്കെ. ഇതൊന്നും വലിയ നമ്മൾ ബാക്കി DSM-ഉം ICD ഒക്കെ വെച്ച് പഠിക്കേണ്ട സാധനമല്ല, സിമ്പിൾ സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ PTSD എന്താണ്, ചൈൽഡ് ഡിപ്രഷൻ എന്താന്നൊക്കെയുള്ള
ബേസിക് സാധനങ്ങൾ. അതുപോലെ തന്നെ മറ്റു 2 സാധനം എന്ന് പറയുന്നത് ഒന്ന് ADHD എന്താണ്, ഓട്ടിസം എന്താ. ഇതെന്തായാലും ചോദിക്കും, 100% ഷുവർ ആണ്. ഓട്ടിസോ അല്ലെങ്കിൽ ADHD മേ ബി എന്ത് ചെയ്യും, ഓട്ടിസം തന്നെ ആയിരിക്കും ചോദിക്കാം. ഓട്ടിസം ചോദിക്കുന്ന സമയത്ത് എന്താണ് ഓട്ടിസം അത് പഠിക്കണം. അതിന്റെ ഒരു ക്ലിനിക്കൽ പിക്ചർ പഠിക്കണം. പിന്നെന്താണ് അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് പഠിക്കണം. പിന്നെ സിംറ്റംസ് എന്തൊക്കെയെന്ന് പഠിക്കണം. അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നും പഠിക്കണം. അതിലെന്തുണ്ട്, ഓട്ടിസത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കണം. നെക്സ്റ്റ് ഒരു സാധനമാണ് ADHD, എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ അതും ഇതേപോലെ തന്നെ എന്താണ് അതിന്റെ ക്ലിനിക്കൽ പിക്ചർ, സിംറ്റംസ്, കോസസ്, ഈ സാധനമൊക്കെ പഠിക്കണം. ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പൊ എന്താണ് ജെനറ്റിക്കൽ കോസസ്, പാരന്റൽ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഇതിലൊക്കെ വരുന്നത്. ഇനി എന്താ വെച്ചാല് ലാസ്റ്റ് അതില് എന്താണ് ജൂൺ 2025 ഫുൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാവും. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സെയിം സാധനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, ഒന്നെന്താണ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ക്യാരക്ടേഴ്സിനെ വിശദീകരിക്കാനാണ് പറയുന്നത്, വൈഗോട്സ്കിയുടെ തിയറിയാണ്. പിന്നെ എന്താണ് സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെയുള്ള സിമ്പിൾ സാധനം, സെൽഫ് ഐഡന്റിറ്റി എന്താന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാർഷിയുടെ തിയറി, ഇതിലെന്താണ് എക്സ്പ്ലോറേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് സാധന വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കുറച്ചും കൂടി സിമ്പിൾ, എന്താണ് വിക്ടിമൈസേഷൻ, ബുള്ളിങ്. വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇരയാക്കപ്പെടുക. ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബുള്ളിങ് ഉണ്ട്. ഇപ്പൊ സ്കൂളിലുള്ള ബുള്ളിങ്, സൈബർ ബുള്ളിങ്, ഈ വക സാധനങ്ങൾ. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആസ് എ ചൈൽഡ് എന്താണ് നമ്മൾ അനുഭവിക്കുന്ന സാധനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അഥവാ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പിന്നീടുള്ള നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഡിപ്രഷന്റെ സിംറ്റംസും ഇതൊക്കെയാണ് ചോദിച്ചത്. അതുപോലെ തന്നെ എന്താണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി, അതുപോലെ തന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി അഥവാ അറ്റാച്ച്മെന്റ് തിയറി, മേരി ഹൈൻസ്വർത്തിന്റെ തിയറിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ് കോഹൽബർഗിന്റെ മോറൽ റീസണിങ്. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്താണ്, നമുക്ക് നമ്മുടെ ലൈക്ക് വലിയ അറിവൊന്നും ഇല്ലേലും നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ് റോൾ ഓഫ്, അഥവാ നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ എന്താണ് പാരന്റ്സ്, നമ്മുടെ പിയർ ഗ്രൂപ്പ്, അഥവാ നമ്മുടെ ഒരു സോഷ്യലി ഉള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റിൽ അവരെങ്ങനെയൊക്കെയാണ് ഭാഗമാവുന്നത് എന്നൊക്കെയുള്ള ഒരു സോഷ്യോളജിക്കൽ സാധനം, അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ കത്തിയടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, ഈ ഒരു ടെക്സ്റ്റിൽ വരുന്ന കംപ്ലീറ്റ് സാധനം നമ്മൾ കവർ ചെയ്തു. എന്താണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ, അതോ നിങ്ങളൊരു 1 hour വേസ്റ്റ് ആയോ? ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. എന്താണ് നിങ്ങളൊരു അവസ്ഥ, നിങ്ങൾക്ക് കോൺഫിഡന്റ് കിട്ടിയോ ഈ ഒരു പേപ്പർ 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം എന്നുള്ള? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യും. ഇത്രയും നേരം ഞാൻ മാത്രമാണ് സംസാരിച്ചത്. ഇനി നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. അതായത് നിങ്ങൾ എന്താണ് നേരത്തെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ പഠിച്ച സാധനമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സിമ്പിൾ സാധനങ്ങളാണ്. നമ്മളിപ്പോ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറിപ്പോയൊരു 10 ആളുകളുടെ പേര്, 10 ആളില്ല, ഓക്കെ, മെയിൻ ആയിട്ട് ഒരു 4-5 ആളുകളുടെ പേരെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാണ്, ഫ്രോയിഡ്, എറിക്സണ്, അതുപോലെ തന്നെ പിന്നെ ആരായിരുന്നു നമ്മുടെ ജീൻ പിയാഷറ്റ്, കോഹൽബർഗ്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ ആരാണ് നമ്മളെ മേരി ഹൈൻസ്വർത്ത്, മാർഷ്യ, നമ്മളെന്താണ് യൂറി ബ്രോൺസ്ബ്രണർ, കൊൺറാഡ് ലോറൻസ്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരും അവരുടെ തിയറി മാത്രം. നിങ്ങൾ സമയം എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സൈക്യൂ ലേണിംഗിന്റെ ലെക്ചർ സ്ലൈഡ് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അതിലെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എല്ലാ സാധനങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഇമേജസ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ആർക്കെങ്കിലും എന്താണ് റെക്കോർഡഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കംപ്ലീറ്റ് ഈ ഒരു യൂണിറ്റിന്റെ ഈ ഒരു പേപ്പറിന് എന്ത് ചെയ്യും, റെക്കോർഡഡ് ക്ലാസ് കംപ്ലീറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ക്ലാസ് റിയലി യൂസ്ഫുൾ ആയോ? ആരെങ്കിലൊക്കെ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അതോ ഞാൻ വന്ന് ഫുൾ കൺഫ്യൂഷൻ ആക്കിയോ? അല്ലെങ്കിൽ ഒരാഴ്ച കൂടി ക്ലാസ് കേൾക്കണമെന്നുണ്ട്. ഞാൻ പകുതി വെച്ചൊക്കെ കേട്ടത്. ഓക്കെ,
അതായത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് തന്നെ 2-3 ദിവസം സമയം എടുത്ത് എടുക്കണം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് ആ തിയറി കേട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇതിൽ പറയുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാം, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, സമയം എടുത്ത് പഠിക്കാം. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് ഡാറ്റ ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുകളിലൂടെ പോയത്. പിന്നെ ലാസ്റ്റ് 4 യൂണിറ്റ് നിങ്ങൾ അത്ര എന്ത് ചെയ്യണ്ട, പഠിക്കണ്ടെന്നല്ല. ലാസ്റ്റ് 2 യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ, വെറും 3 സാധനങ്ങളാണ് അതിൽ വരുന്നത്. ADHD എന്താണ്, ഓട്ടിസം എന്താണ്, പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ IQ, ഇന്റലിജൻസ് കോഷ്യന്റ് എന്താണ്, ആ ഒരു സാധനങ്ങൾ നോക്കി വെക്കുക. അതിന്റെ ക്ലിനിക്കൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ GPT ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഡാറ്റ കിട്ടും. ലാസ്റ്റ് 2 യൂണിറ്റ്. അതിന്റെ നേരെ മുമ്പത്തെ 2 യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു സോഷ്യൽ ലൈക്ക് എന്താണ്, ഒരു സോഷ്യൽ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സാധനമാണ്. അത് പക്ക തിയറിയാണ്. അതിൽ എന്ത് ചെയ്യുന്നില്ല, കുറെ പേരോ സാധനങ്ങളൊന്നും പഠിക്കാല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത്രയാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ 2 സാധനങ്ങൾ, കോമ്പോണൻസും സ്റ്റേജസും നോക്കുക. അതുപോലെ തന്നെ പിന്നെ മോറൽ ഡെവലപ്മെന്റ്, അതിൽ 2 ആളുകളാണ് വരുന്നത്, അവരെ തിയറി ഏതൊക്കെ നോക്കുക. പിന്നെ നേരെ മുകളിൽ പോകുന്ന സമയത്ത് ഹ്യൂമനിസ്റ്റിക്കിൽ റോജേഴ്സും മാസ്ലോ, പിന്നെ നമ്മുടെ ഫ്രോയിഡിന്റെ തിയറി, എറിക്സന്റെ തിയറി, പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്ന സമയത്ത് ജീൻ പിയാഷെയുടെ തിയറി. ഇത്രയാണ്, ഇത്ര സിമ്പിൾ ആണ്. ഇത്ര ഇതിലെന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ.